സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. വിശുദ്ധ കത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ജപമാലയ്ക്ക് മുമ്പായിട്ട് എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ മേലാണ് കർത്താവ് സ്ഥാപിച്ച, കർത്താവിൻ്റെ തന്നെ ആത്മീയ സാന്നിധ്യമായ, കർത്താവിൻ്റെ ഭൗതിക ശരീരം എന്ന് നാം വിളിക്കുന്ന, കർത്താവിൻ്റെ ഇപ്പോഴത്തെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഭാഗമായ ശരീരമാണ് തിരുസഭ. ഇന്ന് ആഗോള സഭയിലെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചിന്തകൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന എല്ലാ അധികാരവും എന്ന തിരുസഭയിലുണ്ടായിരുന്നു. തിരുസഭ എന്ന് പറയുമ്പോൾ മാമോദീസായിലൂടെ തൻ്റെ ശിരസ്സായ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മളെ ഓരോരുത്തരെയും മാമോദീസായിലൂടെ ചേർന്ന് നിർത്തിക്കൊണ്ട് ആ അധികാരം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലൂടെ നൽകിയ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നാം അറിയേണ്ടത്, വിശ്വസിക്കേണ്ടത്. യേശുവിൻ്റെ മുമ്പിൽ എല്ലാ പിശാചുക്കളും മുട്ടുമടങ്ങിയെന്ന് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കും. ഇന്നലെയൊക്കെ ചിന്തിച്ചതായിരുന്നു. പിശാച് ബാധിച്ച മനുഷ്യരെ അവിടുന്ന് പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് അവരെ വിടുവിച്ച് അവരെ സ്വതന്ത്രരാക്കി. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം, യേശയ്യായുടെ പ്രവചനം നമുക്കറിയാം. ബന്ധിതർക്ക് മോചനം നൽകാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനും അന്ധർക്ക് കാഴ്ച നൽകാനും കർത്താവിന് സ്വീകാര്യ വത്സരം പ്രഘോഷിക്കുവാനും അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നെന്ന് യെശയ്യായുടെ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു തിരുവചനം വായിച്ചിട്ട് പുസ്തകം ലൂക്ക 4 വായിക്കുന്നുണ്ട്, മടക്കി വെച്ചു എന്ന്. ഈ ഭൂമിയിൽ ദൈവ മനുഷ്യനായി വന്നത് സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യനെ സാത്താൻ ഭരിച്ചിരുന്നു. പാപത്തിന്റെ അടിമത്വം, നന്മ ചെയ്യാൻ പറ്റാതെ, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ പാപത്തിന്റെ അടിമത്തത്തിലായ ജനം. അവിടേക്കാണ് യേശുക്രിസ്തു ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരെ അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാത്താനോട് പോരാടി കാൽവരി കുരിശിൽ സ്നേഹം നിലനിർത്തുകയാണ്. കുരിശിന്റെ യുദ്ധം അല്ലെങ്കിൽ യേശുവിന്റെ കുരിശിലെ വിജയം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചിന്തിച്ചതാണ്. അത് കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് എന്ന് സക്രിയ പ്രവാചകൻ പ്രവചിച്ച ആ മേഖല. അതായത് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 4:8 4:16 നമ്മൾ കൂടെ ചിന്തിക്കുന്ന വചനം, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടെത്താം എന്നൊക്കെ ഗാനത്തിലൂടെ അല്ലേ, ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്ന ഗാനത്തിലൂടെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചതാണ്. അബേലച്ചന്റെ മനോഹരമായ ഗാനം, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. ഏറ്റവും ഒടുവിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു. എൻ്റെ ഉള്ളിൽ, അവിടെയാണ് ഈശ്വരന്റെ വാസം. സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. തിരുവചനം മുഴുവനുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനം ഒരുമിച്ച് കൂട്ടിയ ഒരു ക്യാപ്സ്യൂൾ പോലെയാണ് ആ ഗാനം. ലോകത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാ മനുഷ്യനും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ദൈവം സ്നേഹമാണ്. ആ ദൈവം എൻ്റെ ആത്മാവിൽ വസിക്കുമ്പോഴാണ് എനിക്ക് ദൈവിക ശക്തി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് കർത്താവിൻ്റെ ശരീരമായ തിരുസഭ എന്ന് പറയുമ്പോൾ തിരുസഭയുടെ ഭാഗമായി യഥാർത്ഥം നമ്മളായിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സ്നേഹമായി വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തി, മാത്രമല്ല നമ്മളോടൊപ്പം നിൽക്കുന്ന എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ തിരുസഭയുടെ ഭാഗമായിട്ടുള്ളത്. അവരിൽ ഓരോരുത്തരിലും ക്രിസ്തു വസിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു വസിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരേണ്ടതാണ്, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗമായി തീരേണ്ടതാണ്. ഇതാണ് ദൈവിക പദ്ധതി, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. ഈശോ തന്നെ ശിഷ്യന്മാരെ നിയോഗിക്കുന്ന ഇന്ന് ആഗോള സഭയിലെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായമാണ്.
ഇന്നലത്തെ ബാക്കിയായിട്ടാണ്. വിളവധികം വേലക്കാരോ ചുരുക്കം, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ട് അടുത്ത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഇത് സഭയിലുള്ള അധികാരമാണ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിക്കുള്ള അധികാരമാണ്. ദൈവം ആത്മാവായി നമ്മിൽ സ്നേഹത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് ഈ അധികാരമുണ്ട്, ഓരോ വിശ്വാസിക്കും. മർക്കോസ് 16 ഈശോ പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതിനെ ഉപദ്രവിക്കില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവരോടുകൂടി. എന്താണ് വിശ്വസിക്കുക? ഇവിടെ പറഞ്ഞതുപോലെ ദൈവം സ്നേഹമാണ്. ആ ദൈവം എന്നിൽ വിശ്വസിക്കുന്നു, അല്ലെ അവരിൽ വിശ്വസിക്കുന്നു, മറ്റുള്ളവരിൽ ദൈവം വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കാൽവരിയിൽ 2000 വർഷം മുമ്പ് യേശു സാത്താനോട് പോരാടി നമ്മയും മനുഷ്യവർഗം മുഴുവനെയും സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തതാണ് എന്ന് നാം വിശ്വസിക്കണം. നമ്മൾ അമേരിക്കയിലെ നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പലപ്പോഴും പറയുന്നതുകൊണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ഇന്ത്യയുടെ നമ്മൾ ദേശീയ ഗാനമൊക്കെ ആലപിക്കുമ്പോൾ പറയുന്നത് തന്നെയാണ് ഏകദേശം. വിശ്വസിക്കുന്നു, ഈ ദേശത്ത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഈ ദേശം എൻ്റെ ജന്മ നാടാണ്, ഞാനിവിടെ എനിക്ക് ജീവിക്കാനായി ഇന്ന് എന്നെ അനുവദിച്ച രാജ്യമാണ് ഈ ദേശം, എൻ്റെ നാടാണ് എൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റുപറയുന്നത് പോലെ ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് ചങ്കിൽ കൈവച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും ഇതുപോലെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ക്രിസ്തു ദൈവം ത്രിത്വികതയും വസിക്കാനായുള്ള ദൈവികമായ ഒരു അറിവ്, ദൈവിക പദ്ധതി എല്ലാ മനുഷ്യരെക്കുറിച്ചും, അല്ലെ? ദൈവം എല്ലാം സൃഷ്ടിച്ച ദൈവം എനിക്ക് വേണ്ടി കാൽവരിയിൽ തൻ്റെ ജീവൻ അർപ്പിച്ച ആ സ്നേഹം ഞാൻ അറിയണം. എല്ലാത്തിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. 2, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം പോലെ ദൈവത്തിന് സകലരോടും സ്നേഹമുണ്ട്, കരുണയുണ്ട്. സകലരും ദൈവം എന്നെ സ്നേഹിക്കുന്ന പോലെ സകലരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൽ അവരെയും ഞാൻ ഉൾക്കൊള്ളുക, അവരെയും ഞാൻ അംഗീകരിക്കുക, അവരെയും ഞാൻ സ്നേഹിക്കുക. ഇതിലാണ് സകല നിയമങ്ങളും സകല പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നതെന്നും ഒക്കെ ഈശോ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തില് ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നവർ അത് നമുക്ക് ദാനമായി കിട്ടിയതാണ്, എൻ്റെ സ്വന്തമല്ല. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കാൻ എനിക്ക് ദാനമായി കിട്ടിയതാണ്. ദൈവത്തിന്റെ സൗജന്യ ദാനമായ രക്ഷ എനിക്ക് കിട്ടിയതുപോലെ ലോകത്തിൽ എല്ലാവർക്കും അത് സൗജന്യമായി നൽകുന്ന ദൈവമാണ്. രക്ഷയ്ക്ക് വേണ്ടി മറ്റു പലതിനും വേണ്ടി നാം വില കൊടുക്കുന്നത് പോലെ രക്ഷയ്ക്ക് വേണ്ടി നാം വില കൊടുക്കേണ്ടതില്ല. അത് ദൈവം കാൽവരിയിൽ യേശുക്രിസ്തുവിലൂടെ വില കൊടുത്ത്
നമുക്കായി നേടിത്തന്നതാണ് എന്നുള്ള ഒരു അറിവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 ഇങ്ങനെ പറയുന്നുണ്ട്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി കുടിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിനു വേണ്ടി അല്ലാതെ എന്തിനു പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിനു അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. അല്ലേ? സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദാഹാർത്തരെ യെശയ്യാ 55 ഒന്നാമത്തെ വചനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആഗ്രഹിക്കുന്നവരെയും ഇന്ന് തിരുസഭയിൽ യേശുക്രിസ്തുവിന്റെ ദാനം സൗജന്യമായി കാൽവരിയിൽ യേശു അതിന് വില കൊടുത്തതാണ്. സൗജന്യമായി വാങ്ങിക്കൊള്ളുക. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്നത് ഹോസിയ പ്രവാചകന്റെ ഒന്നാമത്തെ വായനകളാണ്. ഹോസിയ 10-ാമത്തെ അധ്യായത്തിൽ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ദൈവമല്ലാതെ ദൈവത്തിന് പകരമായി ഭൂമിയിൽ നാം സ്ഥാപിക്കുന്നതിനാണ് വിഗ്രഹം എന്ന് പറയാം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം എന്തിനെങ്കിലും കൊടുത്താൽ അത് വിഗ്രഹമായി തീരുന്നു, അത് നശിപ്പിക്കപ്പെടുമെന്നാണ് വചനം നമ്മൾ ഓർപ്പിക്കുക. സമൃദ്ധമായി ഹോസിയ 10:1 സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്, അതിനാൽ അവർ ശിക്ഷ ഏൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവന് എന്തു ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥ ഭാഷണം നടത്തുന്നു. വെള്ളത്തിൽ വീണ കമ്പ് പോലെ സമരിയ രാജാവ് ഒലിച്ചു പോകും. ഇസ്രായേലിന്റെ പാപഹേതുക്കളായ ആവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും. എന്ന് പറഞ്ഞാൽ തകർക്കപ്പെടുമെന്നാണ്. ഈശോ പോലും ജെറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഈ ദേവാലയം തകർക്കപ്പെടും. ഈ ദേവാലയം തകർക്കപ്പെടും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർക്കപ്പെടുമെന്ന്. ജെറുസലേം ദേവാലയം ദാവീദിന്റെ ആഗ്രഹമായിരുന്നത്. സോളമൻ 40-ൽ പരം വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ദേവാലയം യഹൂദരുടെ ആരാധനാ സ്ഥലമായിരുന്ന ഇന്നും ആ ആലയത്തിന്റെ മതിലിന് ചുറ്റും നിന്നുകൊണ്ട് ആരാധിക്കുന്ന ഇസ്രായേൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും അവിടെ കർത്താവ് പറയുന്നത് ഇതല്ല. ദൈവം വസിക്കുന്നത് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ, സോളമന്റെ കരങ്ങളാൽ നിർമ്മിതമായ ഈ ആലയത്തിലല്ല. ദൈവം വസിക്കുന്ന ദൈവകരങ്ങളാൽ നിർമ്മിതമായ ആലയങ്ങളായ ഓരോ മനുഷ്യന്റെ ഉള്ളിലുമാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറഞ്ഞ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3-ലും 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലൊക്കെ നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസിയും അല്ലെ ഓരോ മനുഷ്യനും ദൈവ ആലയങ്ങളായി തീരേണ്ടതാണ്. മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് വന്ന ദൈവം, ത്രിത്വിക ദൈവം വസിക്കുന്ന ആലയം ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടത് ഈ ഭൂമിയില് അതല്ല ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ദേവാലയം നിർമ്മിക്കുവാനായിട്ട് ഉള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ കർത്താവ് ദാവീദിനോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ടോ, ഞാൻ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം പുറപ്പാട് കാലത്ത് മരുഭൂമിയിലായിരുന്നപ്പോൾ ഏത് ആലയമാണ് എനിക്കുണ്ടായിരുന്നത്? അന്ന് ഇസ്രായേൽ ജനം കൂടാരങ്ങൾ ഓരോ ദിവസവും ദൈവം അവരെ നയിച്ചപ്പോൾ താമസിക്കേണ്ടതിന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു കൂടാരം ഉണ്ടാക്കും. ദൈവം മേഘത്തിൽ അവരെ നയിച്ച ദൈവം മേഘം സഞ്ചരിക്കുമ്പോൾ, മേഘം അവിടെ നിന്ന് മാറുമ്പോൾ അവർ കൂടാരം അഴിച്ച് മേഘം എവിടെ നിശ്ചലമായി നിൽക്കുന്നു അവിടെ വരെയും
അവർ ആ കൂടാരമൊക്കെ ചുമന്നുകൊണ്ട് പോയിരുന്നു. മേഘം നിശ്ചലമാകുമ്പോൾ അവിടെ വീണ്ടും കൂടാരമടിക്കും. അപ്പൊ ഏത് ദേവാലയമാണ് എനിക്ക് മരുഭൂമിയിൽ ഉണ്ടായിരുന്നത്? ഇന്നലെ ചിന്തിച്ചതാണ്. 25 ലക്ഷത്തോളം ജനങ്ങൾ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിന്റെ ഫറവോയുടെ അടിമത്തിൽ നിന്ന് പുറത്തു വന്ന് ചെങ്കടൽ കിടന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത 40-ൽ പരം വർഷങ്ങൾ യാത്ര ചെയ്ത അവിടെയെല്ലാം അവരെ പരിപാലിച്ച് നടത്തിയ ദൈവം. അവിടെയാണ് ഇന്നലെ ചിന്തിച്ചത്. ആ മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവിടെ ഹോസ്പിറ്റലില്ല, ഡോക്ടേഴ്സ് ഇല്ല, നേഴ്സസ് ഇല്ല, മരുന്നില്ല, കുടിക്കാൻ ശുദ്ധമായ ജലം പോലുള്ള ഉപ്പുവെള്ളം മാത്രമാണ്, അല്ലെങ്കിൽ കയ്പുള്ള വെള്ളമായിരുന്നു. അവിടെയാണ് പുറപ്പാട് 15:26 ദൈവമായ കർത്താവ് അരുളിച്ചത്, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ ആത്മാവായി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ മരുന്നാണ്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അതിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്ന ഒരവസ്ഥയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ സഹായകൻ എന്നാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അവൻ നിങ്ങളുടെ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. സഹായകൻ എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിൽ സഹായം ആവശ്യമുണ്ട്. ചിലർക്ക് ഒരു സൗഖ്യം ആവശ്യമായ ഒരു ഡോക്ടറായിരിക്കും ആവശ്യം, ചിലർക്ക് ഒരു അധ്യാപകനായിരിക്കും ആവശ്യം. അങ്ങനെ ഓരോ രീതിയിലും മനുഷ്യരുടെ ആവശ്യങ്ങൾ ഈ പരിശുദ്ധാത്മാവ് ആ മേഖലയെ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മൾ തളർന്നു കിടക്കുന്ന മേഖലകൾ, നമ്മളുടെ മറ്റു പലതിലും ആശ്രയിച്ചുകൊണ്ട്, അല്ലെ മറ്റു വിഗ്രഹങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, അല്ലെ മറ്റു വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട്, അല്ലെ അടിമത്വം, നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ച പോലെ മദ്യമോ മയക്കുമരുന്നോ ജഡിക ഭാവങ്ങളോ ആസക്തിയോ ലോകത്തിൽ മറ്റു പലതില്ല ആശ്രയിച്ചുകൊണ്ട് അതില്ലാതെ പറ്റില്ല. അതിന് അടിമത്തത്തിൽ കിടക്കുകയാണ്. അതില്ലെങ്കിൽ ചിലർക്ക് മദ്യം കഴിച്ചില്ലെങ്കിൽ അവർ കൈവിറയ്ക്കും. ആ ഒരവസ്ഥ, മരിച്ചു പോകും. ചിലപ്പോൾ മയക്കുമരുന്ന് എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ആളുകളെ കൊന്നിട്ടാണെങ്കിലും അത് കഴിക്കാൻ വേണ്ടി തത്രപ്പാട്. ഇതൊരു ആത്മീയ മേഖല കൂടിയാണ്. അടിച്ചമർത്തപ്പെട്ട മേഖല, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അടിമത്തത്തിന്റെ ആത്മാവ് എന്നൊക്കെ ഇന്നലെ ചിന്തിച്ചാണ്. ഇവിടെയാണ് യേശു ഈ അപ്പസ്തോലന്മാരെ നിയോഗിച്ചപ്പോൾ പറഞ്ഞ ആ മേഖലയുണ്ടല്ലോ, അതായത് പിശാചുക്കളെ. അവൻ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും. ഒന്നാമതേതാണ് ഏറ്റവും പ്രധാനമായി പരിശുദ്ധാത്മ ശക്തി അവരിൽ നിറയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം, അവർ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കും. പിന്നെയാണ് രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുന്നത്. അപ്പൊ അശുദ്ധാത്മാക്കളെ വിട്ടുപോകുമ്പോഴാണ് രോഗം സൗഖ്യമാക്കുന്നതെന്ന് ഈശോ പറയാം. എല്ലാം അറിയാവുന്ന കർത്താവ് പറയാം. അപ്പോൾ മനുഷ്യന്റെ രോഗങ്ങൾ നമുക്കിന്ന് മെഡിക്കലി, സയന്റിഫിക്കലി അങ്ങനെയൊക്കെ ഇതൊക്കെ ഇന്ന രോഗാണുക്കൾ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ, ഇന്ന ഡെഫിഷ്യൻസി ഇന്ന കാര്യത്തിലുള്ളത് കൊണ്ടാണ് ഈ രോഗം ഉണ്ടായെന്ന് സയന്റിഫിക്കലി നമുക്ക് തെളിയിക്കാം. തീർച്ചയായിട്ടും അതൊരു കാരണമാണ്. പക്ഷെ അതിനേക്കാളും മുമ്പായി മനുഷ്യന്റെ ഉള്ളിലുള്ള സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അപ്പൊ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കടന്നു വരും. സ്നേഹത്തിന് വിരുദ്ധമുള്ള എന്താ? നമ്മൾ പലപ്പോഴും ഗലാത്യർക്കുള്ള 5-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ചാണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞത്. അവിടെ കുറേയധികം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അപ്പൊ സ്നേഹം നഷ്ടപ്പെടാനുള്ള എന്തൊക്കെ കയറി വരുമ്പോഴാണ് സ്നേഹം നഷ്ടപ്പെടുന്നത് എന്നാണ് അവിടെ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തില് പൗലോസ് നമ്മൾ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നതാണ്. വീണ്ടും ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് ഒരു ബോധ്യം, അല്ലേ? എന്താണ് അവിടെ കുറെ കാര്യങ്ങളുണ്ട്. വ്യഭിചാരം, അശുദ്ധി, ഗലാത്യർ 5:19 തൊട്ടാണ്. വ്യഭിചാരം ഒക്കെ വഴിതെറ്റിയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് പുറത്തായി, ദൈവം ഒന്നിപ്പിച്ചതിന് പുറത്തായി ഉള്ള അല്ലെങ്കിൽ ലൈംഗിക മേഖലയിലുള്ള ബന്ധങ്ങളൊക്കെയാണ് വ്യഭിചാരം, വഴിതെറ്റിപ്പോകുന്ന മേഖല. അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം. പിന്നെ ഇങ്ങോട്ട് എണ്ണി നോക്കണം. ശത്രുത, കലഹം, അസൂയ,
കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത, വിദ്വേഷം. 8 കാര്യങ്ങളാണ് ഒരേ തരത്തിൽപ്പെട്ടത്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ 8 ദുരാത്മാക്കൾ എന്ന് വേണേൽ പറയാം. അല്ലെ, ഈശോ പറഞ്ഞില്ലേ, മത്തായി 12 പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോയി കഴിയുമ്പോൾ അത് വരണ്ട തലത്തൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസാനം അത് പറയും, ഞാൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവിടേക്ക് തിരികെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ സ്ഥലം അടിച്ചു വാരി വൃത്തിയായി കിടക്കുന്നത് കണ്ടുകൊണ്ട് അവൻ പുറപ്പെട്ടു എന്ന് തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടിയും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ 7 1 8. ഈ 8 വകുപ്പുകള്, ഈ 8 അശുദ്ധാത്മാക്കള്, ഇത് മുഴുവൻ സ്നേഹത്തിനെതിരായിട്ടുള്ളതാണ്. അല്ലേ? ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, താവട്ട് മദ്യപാനവും അതിരോത്സവവും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ 8 സ്നേഹത്തിനെതിരായിട്ടുള്ള മറ്റെന്തിനേക്കാളിലും കൂടുതലായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ 8 അശുദ്ധാത്മാക്കള്, പരിശുദ്ധാത്മാവ് സ്നേഹാരൂപിയാണ്, ദൈവം ആത്മാവാണ്, ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുമ്പോൾ ഈ 8 അശുദ്ധാത്മാക്കൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ അശുദ്ധാത്മാക്കളെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട്, അതാണ് പത്രോസിന് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് നല്ല അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള നമുക്കുള്ള തകർച്ചകൾ, അല്ലെങ്കിൽ രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, കുടുംബ പ്രശ്നം, മക്കളുടെ ഭാവി ശരിയാകുന്നില്ല, അല്ലെ നമ്മുടെ ബിസിനസ് ശരിയാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് കാരണം നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവല്ല, ഈ 8 ദുരാത്മാക്കളാണ്. അതുകൂടെ ബാക്കിയുള്ളതെല്ലാം ഏതെങ്കിലുമൊക്കെ കാണും. അതെല്ലാം കൂടെ നമ്മളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നത്. സ്നേഹമാണ് ദൈവം. സ്നേഹത്തെ മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിൽ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും, എത്ര കഠിനമായിട്ടാണ് വാശിയും വെറുപ്പും വിദ്വേഷവും ഒക്കെ. എബ്രായർ 12 പറയുന്നുണ്ട്, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. പലപ്പോഴും അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ആൽമരം, നാട്ടിൽ ആൽമരം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. ആൽമരത്തിന്റെ ആ പഴമായിരിക്കുമ്പോൾ ഒരു പക്ഷി തിന്നിട്ട് അത് പക്ഷി കാഷ്ടിക്കുമ്പോൾ ആ കുരു അത് കേടൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് കാഷ്ടിക്കുമ്പോൾ ആ മരത്തിന്റെ ഏതെങ്കിലും ഒരു പോട്ടിൽ അത് വീണിട്ട് അത് അവിടെ അല്പം മണ്ണും വെള്ളവും കാണും. അത് അവിടെ കിടന്ന് തക്ക സമയത്ത് ആ ആൽമരത്തിന്റെ കുരു അവിടെ നിന്ന് കിളുത്ത് കഴിയുമ്പോൾ ആദ്യമായി സംഭവിക്കുന്നതെന്നറിയാം, ആദ്യം 2-3 ഇല വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം സംഭവിക്കുന്നത് വെച്ചാൽ ആൽമരത്തിന്റെ ആ വേര് മരത്തിന് ചുറ്റും, മുകളിൽ നിന്ന് ആ മരത്തിന് ചുറ്റും പൊതിഞ്ഞ് താഴെ മണ്ണിലെത്താനുള്ള ഒരു പ്രക്രിയയിൽ ആ ആൽമരത്തിന്റെ വേര്, തൈയുടെ വേര് ആ മരത്തിന് ചുറ്റും, അതിനെ നമ്മുടെ കൈ ഒന്ന് റബ്ബർ ബാൻഡ് കൊണ്ട് വലിച്ചു പൊറിക്കാന്ന് സംഭവിക്കുന്നത്. കുറെ കഴിയുമ്പോൾ രക്തോട്ടം ഇല്ലാതെ കൈ മരിച്ചു പോകും, കൈ മുറിച്ചു കളയേണ്ടി വരും. ഈ മരം ഇങ്ങനെ ആൽമരത്തിന്റെ വേര് ഈ മണ്ണിലെത്താൻ വേണ്ടി താഴോട്ട് വളരുമ്പോൾ ഈ മറ്റേ മരത്തിന്റെ ഒറിജിനൽ മരത്തിന് ചുറ്റും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് താഴേക്ക് വരുമ്പോൾ ആ അകത്തു നിന്ന മരം കുറെ കഴിയുമ്പോൾ ചത്തുപോകും. പലപ്പോഴും ഈ ആൽമരത്തിന്റെ ഉള്ളം പൊള്ളയായിരിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മരം പണ്ടുണ്ടായിരുന്നു. ആ മരം ഉണങ്ങിപ്പോയി ദ്രവിച്ചുപോയി കുറെ കഴിഞ്ഞപ്പോൾ ഇപ്പം അത് ശൂന്യമാണ്, ഉള്ളം പൊള്ളയാണ്. പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറയാണ്, വിദ്വേഷത്തിന്റെ വേരുകൾ നമ്മുടെ ആത്മീയ മനുഷ്യനെ വരിഞ്ഞു മുറുക്കി, നമ്മുടെ ആത്മീയ മനുഷ്യൻ ഞെരിഞ്ഞമർന്ന് ഇല്ലാതായി, ഇന്ന് ഉള്ളം ശൂന്യമായി, ദൈവത്തിൽ വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഉള്ളം ശൂന്യമായ, അശുദ്ധാത്മാവ് വന്നപ്പോൾ ഉള്ളം ശൂന്യമായി കിടക്കുന്നത് കണ്ട് അവൻ മറ്റ് 7 ദുരാത്മാക്കളെ, തന്നേക്കാൾ ദുഷ്ടരായ 7 ശക്തരായ 7 ദുരാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മനുഷ്യന്റെ ഉള്ളിൽ കയറി വാസമർപ്പിച്ചു. ആ മനുഷ്യന്റെ സ്ഥിതി പണ്ടത്തേതിനേക്കാൾ ശോചനീയമായി തീർന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുക എന്നാണ് ഈശോ പറഞ്ഞത്. നമ്മളുടെ ഉള്ളിൽ നിരന്തരം നമ്മൾ പരിശോധിക്കേണ്ടത് സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. എഫേസുസ് 4-ാമത്തെ അധ്യായത്തിൽ 26 പറഞ്ഞില്ല, കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്തു. സാധാരണ നമുക്ക് കോപമൊക്കെ ഉണ്ടാകും, ഒരു കുഴപ്പമില്ല, ഒരു ദൈവിക സ്വഭാവം കൂടിയാണ്. ദൈവം കോപിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ദൈവം നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ട് ദൈവം പലപ്പോഴും കോപിച്ചായിട്ട് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പക്ഷേ കോപിക്കുന്നത് എന്തിനാ? നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത്.
അല്ല, നിങ്ങൾ ആരോട് പറയാം, പറഞ്ഞത് ശരിയായില്ല കേട്ടോ, അത് തെറ്റാണ് പറഞ്ഞതെന്ന് നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അവരോട് വെറുപ്പും വിദ്വേഷം, ഈ പറഞ്ഞ 8 ദുരാത്മാക്കൾ നമ്മുടെ ഉള്ളിൽ കയറിയാൽ നമ്മൾ അവരുമായുള്ള സ്നേഹം നഷ്ടപ്പെട്ട് പിന്നെ അവരുമായി ശത്രുതയായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ദുരാത്മാക്കളുടെ എണ്ണം കൂടിക്കൊണ്ട് നമ്മൾ ആ ദുരാത്മാക്കളുടെ അടിമത്തത്തിലേക്ക് പോവുകയാണ്. ഇത് പറഞ്ഞു കേട്ടില്ല, ഞാൻ മരിച്ചാലും ക്ഷമിക്കില്ല, മരിച്ചാലും എന്നെ നിർബന്ധിക്കരുത് അങ്ങോട്ട് പോയി അവരെ കാണാൻ, അവരോട് സംസാരിക്കാൻ. എന്താ പറയുന്നത്? സ്നേഹമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് അവരോട് പോയി സംസാരിക്കാം, എനിക്ക് വേണം ക്ഷമ ചോദിക്കാം, കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യർ 5:20 സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, ആത്മനിയന്ത്രണം, ആത്മസംയമനം. ഇതെല്ലാം സ്നേഹമുള്ളപ്പോൾ സ്നേഹത്തിന്റെ ദൈവത്തിന്റെ സ്വഭാവങ്ങളാണ്, സ്നേഹത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഈ ബാക്കിയെല്ലാം. എന്നാൽ എൻ്റെ ഉള്ളിൽ ദുഷ്ടാരൂപിയാണ്, എൻ്റെ ഉള്ളിൽ സ്നേഹമില്ലായ്മയാണെങ്കിൽ ബാക്കിയെല്ലാ ദുഷ്ടാത്മാക്കൾ അവിടെ കയറിക്കൂടി സ്നേഹത്തിന്റെ അരുവിയെ പരിശുദ്ധാത്മാവിന് എൻ്റെ ഉള്ളിൽ വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ ശ്രീയ പറയുന്നുണ്ട്. യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്, മനുഷ്യനായി വന്നത്. സാത്താന്റെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ 8 ദുരാത്മാക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് കൂടുതലാണ്. ഞാൻ ഉദാഹരണം ഈ സ്നേഹത്തിന്റെ മേഖല അതിനെതിരായിട്ട് നിൽക്കുന്നതാണ് ഈ 8 പറഞ്ഞത്. ഗലാത്യർ 5:19 കാണുന്ന സ്നേഹത്തിനെതിരായിട്ടുള്ള അതിനെ നമ്മൾ യേശുവിന് മുമ്പിലേക്ക് നമ്മൾ അടിയറ വയ്ക്കുമ്പോൾ സഭയിലൂടെ കുദാശയിലൂടെ, കുമ്പസാരം എന്ന കുദാശയിലൂടെ ഏറ്റുപറയുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നെന്ന് വൈദികന്റെ കരങ്ങളിലൂടെ പറയുമ്പോൾ യോഹന്നാൻ 20:20 വചനത്തിലൂടെ യേശു സഭയ്ക്ക് നൽകിയ കുമ്പസാരം എന്ന കുദാശ സ്ഥാപിച്ച ആ മേഖലയാണ്, യേശു തന്നെ സ്ഥാപിച്ചതാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ ഈ ഭൂമിയിൽ അത് സ്വർഗത്തിലും ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്നുവോ അവ സ്വർഗത്തിലും പിടിക്കപ്പെട്ടിരിക്കും. അവിടുന്ന് അത് മോചനം അവിടെയും തരത്തില്ല മോചനം. സ്വർഗത്തിലും ചെല്ലുമ്പോഴും അവിടെ പ്രവേശനമില്ല. സഭയിൽ ഉള്ളതാണ് സ്വർഗത്തിൽ പോകാനായിട്ട് ഈശോ നിയോഗിച്ചത്. പറയുള്ളവരെ, ഇത് വലിയൊരു മേഖലയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഇന്ന് ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അഗസ്റ്റയിൽ നിന്നും പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പെണ്ണമ്മ നമ്മളെ ഓർപ്പിച്ച സങ്കീർത്തനം 139 എല്ലാം കാണുന്ന ദൈവം. എൻ്റെ തലക്കെട്ട് അങ്ങനെയാണ്, എല്ലാം കാണുന്ന ദൈവം. കർത്താവ് അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ ഹൃദയം അറിയുന്ന ദൈവം, എൻ്റെ പ്രവൃത്തികളെ അറിയുന്ന ദൈവം. എന്താ? എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കാനായി, എൻ്റെ ആത്മാവിൽ ദൈവം വസിക്കാനായി നിരന്തരം എൻ്റെ ഉള്ളത്തെ തേടുന്ന ദൈവം. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എനിക്ക് തെറ്റിപ്പോയി കർത്താവ്. മറ്റുള്ളവരോടും ദൈവത്തോടും സ്നേഹത്തിലാകുമ്പോഴാണ് എൻ്റെ ഉള്ളിലെ ദൈവരാജ്യം. അപ്പോൾ എൻ്റെ ഹൃദയവിചാരങ്ങളെ അകലെ നിന്ന് അവിടുന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? എന്നെ തേടുന്നൊരു ദൈവം. എൻ്റെ ഉള്ളിൽ അശുദ്ധാത്മാവുമായി ദുരാത്മാക്കളുമായി ഭൂമിയിൽ ഞാൻ പരക്കം പായുമ്പോൾ, ഞാൻ പാപി എന്നറിയപ്പെടുമ്പോൾ, കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത്. സൂര്യാസ്തമയം വരെ കോപം നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. മറ്റു പല എക്സസൈസ് നമ്മൾ ചെയ്യാറുണ്ട്. സംഗീതത്തിന് 4:4 പണ്ടേ ഉള്ളതാണ്. സംഗീതം 4:4 കോപിച്ചുകൊള്ളു എന്നാൽ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക എന്ന് പറയുമ്പോൾ ആരുടെ മേലും കുറ്റം ആരോപിക്കേണ്ട, മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ 8 ദുരാത്മാക്കൾ വന്നു കയറി നമ്മുടെ ഉള്ളിൽ. പലപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പല രോഗങ്ങളും, ഇത് മെഡിക്കലി പ്രൂവണമൊന്നുമല്ല, പക്ഷെ ആത്മീയമായിട്ട് ഞാൻ പറയുകയാണ്, പല രോഗങ്ങളും നമുക്കുണ്ടായത് നമ്മൾ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാൻ പറ്റാതെ,
സ്നേഹം ഉള്ളിൽ നഷ്ടപ്പെട്ട് ദൈവം നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ അശുദ്ധാത്മാക്കൾ കയറി വന്നുകൊണ്ട് നമ്മുടെ മേല് അവൻ സാത്താൻ യോഹന്നാൻ 19 കള്ളൻ വരുന്നത് അവൻ മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണ്. എഫേസ്യർ 4:26, സങ്കീർത്തനം 4:4 കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യുന്ന പറഞ്ഞാൽ സ്നേഹത്തിന് വിരുദ്ധമായ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ ദുഷ്ടാത്മാക്കൾ കയറി സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് പാപം എന്ന് പറയുന്നത്. പാപം നമ്മുടെ ഉള്ള ദുഷ്ടാത്മാക്കൾ ഉള്ളിൽ കയറിയാൽ സാത്താൻ അവസരം കൊടുക്കരുതെന്നാണ് അവിടെ എഫേസ്യർ 4:26 പറഞ്ഞത്. അത് തന്നെയാണ് ഈ ഗലാത്യർ 5 ദുരാത്മാക്കള് ദുഷ്ടാരൂപിയുള്ള സാത്താന്റെ സൈന്യങ്ങളെ സാത്താന ദൂതന്മാരെന്ന് വേണേൽ പറയാം. നമ്മളിത് അറിയണം പ്രിയമുള്ളവരെ. അതെ, നമ്മളെ അറിയുന്നൊരു ദൈവം നമ്മളെ അന്വേഷിക്കുകയാണ്. പാപികളെ ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, ഞാൻ വന്നത് പാപികളെ വിളിക്കാനാണ്. ഇതുപോലെ അശുദ്ധാത്മാക്കൾ ഉള്ളിൽ കയറി ഈ ലോകത്തെ സാത്താന്റെ അടിമത്തിൽ പോയി നശിക്കാൻ സാധ്യതയുള്ള ഓരോ ജീവിതങ്ങളെയും വീണ്ടെടുക്കാനാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ 1 യോഹന്നാൻ 3:8 പറഞ്ഞ അതിന്റെ വാക്യ പറഞ്ഞില്ലേ, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായത്. അവനിൽ നമ്മൾ വിശ്വസിക്കണം, അവനെ അറിയണം, അവന്റെ മുമ്പിലേക്ക് അടിയറ വെക്കണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഞാൻ മനഃപൂർവ്വം അറിഞ്ഞോ അറിയാതെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി, മറ്റാരെങ്കിലുമൊക്കെ എന്നെ വഞ്ചിച്ചു, എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു അവർ. എൻ്റെ ഉള്ളിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് വാശിയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എബ്രായർ 12 പറഞ്ഞ പോലെ വിദ്വേഷത്തിന്റെ വേര് വളർന്ന എന്നിലെ ആത്മീയത പോയി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവം ഉണ്ടെന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല, വിശ്വാസമില്ല, പള്ളിയിൽ പോകണമെന്നില്ല, കൂതാശകളെ കുറിച്ചൊരു ബോധ്യമില്ല. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മീയത മുഴുവനും പോയി. ആ ആൽമരത്തിന്റെ ഉള്ളം പൊള്ളയായിരിക്കുന്നത് പോലെ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ എബ്രായർ 12 ഇങ്ങനെയാണ് പറയുക 14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അശുദ്ധിയുള്ളിടത്ത് ദൈവത്തിനായിരിക്കാൻ പറ്റില്ല. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ലേവ്യർ 11:44-45 പറഞ്ഞില്ലേ, ഇസ്രായേൽ ഒറ്റ കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരാണ്. കാരണം എന്താ? എനിക്ക് നിങ്ങളുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, എൻ്റെ ഉള്ളിലാണ് ദൈവം. ആ ദൈവികത നിലനിർത്തുവാനുള്ള കൃപ തരണമേ. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങളെ മറന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ഞങ്ങളുടെ പാപങ്ങളെ മുഴുവൻ സ്വന്തം ചുമലിൽ വഹിച്ച യേശയ്യായുടെ പ്രവചനം നിറവേറി. യേശയ്യ 54:5-6 വചനങ്ങൾ. നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഹൃദയ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ അവൻ വഹിച്ചത്. നമ്മളെ ഏൽക്കേണ്ട അടികളാണ് അവൻ നമുക്ക് പകരമായി ഏറ്റത്. അവൻ നമുക്ക് വേണ്ടി ഏറ്റ അടികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു. വീണ്ടും ഓർപ്പിച്ച് റോമർ 8:1 ഇപ്പോൾ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ആത്മാവ് നമ്മളെ സകല രോഗങ്ങൾ, എന്തു രോഗവുമായിക്കൊള്ളട്ടെ, അത് സൗഖ്യമാക്കാനാണ്. അതല്ലേ, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുക്കളെ അല്ലെങ്കിൽ ദുരാത്മാക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായിട്ട് അവർക്ക് അധികാരം. ഇത് സഭയുടെ അധികാരമാണ് പ്രിയമുള്ളവരെ. ഈ 12 പേരെയും അവൻ ഇപ്രകാരം ചുമതലപ്പെടുത്തത്. ഇന്നും തിരുസഭയില് ഈ അധികാരമുണ്ട്, കുദാശകളിലൂടെയാണ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.